ഫ്രണ്ടിൽ പ്ലീറ്റ്സ് വരുന്നൊരു കുർത്തിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ബാക്ക് പാർട്ട് നമ്മൾ ഇതുപോലെ എ ലൈൻ മോഡലിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി തുണി ഇതുപോലെ രണ്ടായി മടക്കി ഇട്ടിട്ട് ആദ്യം ഒരു 6 ഇഞ്ച് ഇതുപോലെ താഴെ വരെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് നമ്മൾ. എന്നിട്ട് ആ മാർക്കിങ്ങിൽ കൂടി നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ലൈനിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബാക്ക് പാർട്ട് ഇതുപോലെ വെച്ചിട്ട് ഷോൾഡറും ആം ഹോളും എല്ലാം ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ബാക്ക് പാർട്ട് മാറ്റിയിട്ട് നമ്മൾ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തതിൽ നിന്ന് റൈറ്റിലോട്ടേക്ക് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നുണ്ട്. താഴത്തോട്ടേക്ക് ഒരു 15 ഇഞ്ചും മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പാർട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ താഴെ കട്ട് ചെയ്ത ഭാഗത്തായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ടൊന്ന് പിൻ ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ യോക്ക് പാർട്ടിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇതുപോലെ ഒരു യോക്ക് പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിന് ചുറ്റുമായിട്ട് ലേസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്ത് ഇതുപോലെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സ്ലീവും കൂടി ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കുർത്തി രണ്ട് സൈഡിലും ഷേപ്പ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം.